ഹലോ, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് ലക്ഷ്മി മായ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സോ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇസ് ഓൾ അബൌട്ട് ചൈൽഡ് സേഫ്റ്റി ഇൻ എ കാർ വൈൽ ട്രാവലിംഗ്. കാറിൽ സഞ്ചരിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ സേഫ്റ്റിയെ പറ്റിയാണ് സംസാരിക്കുന്നത്. നമ്മൾ മിക്കവാറും നാട്ടിൽ കാണുന്ന ഒരു കാര്യമാണ് കുട്ടികളെ കാർ സീറ്റിലൊന്നും ഇരുത്താതെയാണ് വണ്ടിയിൽ പോകുന്നത്. പക്ഷെ അത് എത്രത്തോളം ഡേഞ്ചറസ് ആണെന്ന് അറിയാത്തത് കൊണ്ട് മാത്രമായിരിക്കും അവരങ്ങനെ കൊണ്ടുപോകുന്നത്. ചെറിയ സ്പീഡിൽ പോലും ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ് കാറിൽ. സോ ഒരിക്കലും, എസ്പെഷ്യലി കൊച്ചു കുഞ്ഞുങ്ങളെ ഒരിക്കലും ഫ്രണ്ട് സീറ്റിൽ ഇരുത്താതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഫ്രണ്ട് സീറ്റിൽ ഇരുത്തുകയാണെങ്കിലോ ബാക്ക് സീറ്റിൽ ഇരുത്തുകയാണെങ്കിലോ നമുക്കൊരു കാർ സീറ്റ് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ കാർ സീറ്റ് ഇല്ല എന്നുള്ളൊരവസ്ഥയാണെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇട്ടെങ്കിലും ഇരുത്തിയിരിക്കണം. ഒരു ചെറിയ സ്പീഡിൽ പോലും നമ്മൾ പെട്ടെന്നൊന്ന് ബ്രേക്ക് പിടിക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ കൊച്ചു കുഞ്ഞിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് കുട്ടികളെ എപ്പോഴും കാറിനകത്ത് എത്രത്തോളം സേഫായി വെക്കാമോ അത് അവർ കൊച്ചിലെ തന്നെ അത് ശീലിപ്പിക്കണം. കുഞ്ഞായിരിക്കുമ്പോൾ, ബേബി ആയിരിക്കുമ്പോൾ തന്നെ കാർ സീറ്റിലൊക്കെ ഇരുത്തി ശീലിപ്പിച്ചു കഴിഞ്ഞാൽ അവർ കുറച്ച് വലുതായാലും നമ്മളനുസരിച്ച് കാർ സീറ്റിൽ ഇരുന്നോളും. ഈ കാർ സീറ്റ് വാങ്ങിക്കാനായിട്ട് പ്ലീസ് പാരൻസ് ഉപേക്ഷ വിചാരിക്കരുത്. അത് ഏത് ബ്രാൻഡെന്നോ എക്സ്പെൻസീവ് ആണോന്നോ അല്ലേന്നോ ഒന്നുമല്ല കാര്യം. അതിന് നല്ല ഷോൾഡർ ഹാർനസ് വേണം, ഫ്രണ്ടിലുള്ള ക്ലിപ്പ് വേണം, നല്ല സ്ട്രോങ് ആയിട്ട് ഹോൾഡ് ചെയ്യണം. കുട്ടികൾ സേഫായിട്ട് ഇരിക്കണം, അത്രേ ഉള്ളൂ. ഓവർ കുഷൻസോ പാഡിങ്ങോ ബ്രാൻഡോ ഇതൊന്നും നോക്കി വാങ്ങിയിട്ട് കാര്യമില്ല. കുട്ടിയുടെ സേഫ്റ്റി എത്രത്തോളം കോംപ്രമൈസ് ചെയ്യാതെ സേഫായിട്ട് ട്രാവൽ ചെയ്യാൻ കഴിയുന്നോ അതിന് തക്കതായ കാർ സീറ്റ് വേണം നമുക്ക് വാങ്ങിക്കാൻ. എൻ്റെ കാറിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഒരു സിമ്പിൾ കാർ സീറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ കാറിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഒരു സിമ്പിൾ കാർ സീറ്റ്. ഈ കാർ സീറ്റിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും, ഇവിടെ 2 ഷോൾഡർ ഹാർനസ് ഉണ്ട്, പിന്നെ താഴെന്ന് ഒരു ക്ലിപ്പും ഉണ്ട്. ഈ ക്ലിപ്പ് ഈ ഷോൾഡർ ഹാർനസും ചേർത്തിട്ടാണ്. ഈ കാർ സീറ്റിൻ്റെ ഹാർനസ് അവർ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ അതിനൊന്നും ആക്സസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ബുദ്ധിപരമായി കുട്ടികളത് ഡെഫിനറ്റ്ലി പഠിച്ചെടുക്കും. ഇങ്ങനെ അറ്റാച്ച് ചെയ്യുക, പിന്നെ ഈ ക്ലിപ്പിൽ കയറ്റുക. സോ ബേസിക്കലി ഇവിടെ സ്ട്രാപ്ഡ് ആണ്, ഇവിടെയും സ്ട്രാപ്ഡ് ആണ്. കുട്ടിയുടെ കാല് രണ്ടും ഇപ്പുറത്തോട്ട് വരും. ഈ ഒരു ഏരിയയിൽ പ്രസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഷോൾഡർ ഹാർനസിൻ്റെ സ്ട്രാപ്പ് വലുതാക്കാനും ചെറുതാക്കാനും പറ്റും. വളരെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ കാർ സീറ്റ്. പിന്നെ ഈ കാർ സീറ്റ് വളരെ നീറ്റായിട്ടും ക്ലീൻ ആയിട്ടും ഒക്കെ ഇരിക്കണം എന്നുള്ള പ്രതീക്ഷ ഒന്നും വേണ്ട. കാരണം കുട്ടികളിരിക്കുമ്പോൾ കുട്ടികൾ എന്തായാലും അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുകയും വൃത്തികേടാക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അതിലൊന്നും കാര്യമില്ല. നമുക്ക് ഇമ്പോർട്ടൻറ്റ് സേഫ്റ്റിയാണ്. കാർ സീറ്റ് അല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ കുട്ടികൾക്കാണെങ്കിൽ ചൈൽഡ് സീറ്റ് കിട്ടും. ചൈൽഡ് സീറ്റ് ചെറിയ ഇതുപോലെയുള്ള ഒരു വലിയ പാഡിങ്ങോ ഒന്നും ഉള്ളതല്ല. ചെറിയൊരു സീറ്റ് പോലെ വന്നിട്ട് ചിലപ്പം കുറച്ച് റേസ്ഡ് ആയിട്ട് ഇരിക്കുന്നതായിരിക്കും. കുറച്ച് ഈ സീറ്റിൽ തന്നെ ഇച്ചിരി പൊക്കം വരുന്ന രീതിയിലായിരിക്കും ഈ ചൈൽഡ് സീറ്റ് ഉണ്ടാവുക. ജസ്റ്റ് ഹാർനസ് മാത്രമേ കാണത്തുള്ളൂ. ഇപ്പോൾ നമുക്ക് ഇന്ത്യയിൽ മാത്രമാണ് അത് കമ്പൽസറി ആയിട്ടില്ലാത്തുള്ളത്. മിക്ക കൺട്രീസിലും എന്നല്ല, എനിക്ക് തോന്നുന്നു വേറെ എല്ലാ കൺട്രീസിലും കുട്ടികളുടെ ചൈൽഡ് സീറ്റ് അല്ലെങ്കിൽ കാർ സീറ്റ് നിർബന്ധം തന്നെയാണ്. അപ്പോൾ അവർ വെറുതെ നിർബന്ധമാക്കത്തില്ലല്ലോ, അതിനെന്തെങ്കിലും കാര്യം കാണുമല്ലോ, ഇല്ലേ? ഡെഫിനറ്റ്ലി ഹൈവേയിലോ ഹൈ സ്പീഡിലോ ഒക്കെ പോവുകയാണെങ്കിൽ ഒരു കാരണവശാലും കുഞ്ഞുങ്ങളെ കാറിനകത്ത് കാർ സീറ്റ് ഇല്ലാതെയോ ഷോൾഡർ ഹാർനസ് ഇല്ലാതെയോ സീറ്റ് ബെൽറ്റ് ഇടാതെയോ അവരെ ഓടി നടക്കാൻ സമ്മതിക്കരുത്. ഒരുപാട് സ്പേസ് ഒന്നും എടുക്കുന്ന ഒരു സംഭവം അല്ല കേട്ടോ ഈ കാർ സീറ്റ്. ഒരു ചെറിയ സ്പേസ് മാത്രമേ ആ ലെഫ്റ്റ് സൈഡിൽ യൂസ് ചെയ്യുന്നുള്ളൂ. റൈറ്റ് സൈഡിൽ നമുക്ക് ആവശ്യം പോലെ സ്പേസ് ഉണ്ട്. 2 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന തരത്തിൽ നമുക്കിപ്പോഴത്തെ സൈഡിൽ സ്പേസ് ഉണ്ട്. നിങ്ങളുടെ വീട്ടിൽ കാറുണ്ട്, നിങ്ങളുടെ വീട്ടിലൊരു കുട്ടിയുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങളത് കൺസിഡർ ചെയ്യണം. എൻ്റെ ഈ അപേക്ഷ കൺസിഡർ ചെയ്യണം. നിങ്ങളൊരു കാർ സീറ്റ് വാങ്ങിക്കണം. ഈ കാർ സീറ്റ് വില കൂടിയതാവണോ കുറഞ്ഞതാവണോ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ നിങ്ങളുടെ കുഞ്ഞിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി നിങ്ങൾ കാർ സീറ്റ് തീർച്ചയായിട്ടും കരുതണം. അത് വളരെ 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 അത്യാവശ്യമായിട്ടുള്ള ഒരു സംഭവമാണ്. കണ്ടോ, ഒരു അമ്മയ്ക്ക് ഡ്രൈവ് ചെയ്യുന്ന അല്ലെങ്കിൽ അച്ഛന് ഡ്രൈവ് ചെയ്യുന്ന ടൈമിൽ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞിനെ കാണാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ കാർ സീറ്റ് ഫിക്സ് ചെയ്യാൻ. അവൻ വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് ബാക്കിലിരിക്കുന്നത്. ഹീസ് യൂസ് ടു കാർ സീറ്റ്. ഹീസ് വെരി സ്ലീപ്പി. എപ്പോഴും കാറിൽ കയറി കഴിഞ്ഞാൽ ഉടനെ റോയ്സിന് ഉറക്കം വരും.
എനിവേ എൻ്റെ ഈ വീഡിയോ കൊണ്ട് ഒരാൾക്കെങ്കിലും ഒരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. അണ്ടിൽ ഐ സീ യു നെക്സ്റ്റ് ടൈം. ബൈ ബൈ. Say bye, Royce. Bye bye. Okay, bye bye.